ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടിപൊളി നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ മേഘനൊക്കെ ആകെ ചമ്മിപ്പോകുക കേട്ടോ. എന്തോ മഹാലക്ഷ്മി അങ്ങനെ ICUവിൽ ഇങ്ങനെ ശവമായിട്ട് കിടക്കുന്നുണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് പുള്ളിക്കാരന്മാരിങ്ങനെ പോണ കേട്ടോ. അപ്പൊ ഉണ്ണി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഉണ്ണിയോട് ചോദിക്കണ്ടേടാ ഉണ്ണി, കൊള്ളാടാ, അടിപൊളി, നിന്റെ എന്റെ അച്ഛന്റെ പ്ലാനില്ലേ, ഒരു രക്ഷയില്ലാത്ത പ്ലാനാടാ മോനെ എന്നൊക്കെ പറയുമ്പോ, അത് ഞാനൊരു കാര്യം വേണ്ട, നീ ഒന്നും പറയണ്ട, എനിക്ക് എനിക്ക് അവളെ കാണാണ്ട് കൊതിയായിടാ, ഇങ്ങനെ അടക്കമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന അവളെ കാണാനായിട്ട് ആഗ്രഹമായി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതാപനും നമ്മുടെ മേഘനാഥനും കൂടിയിട്ട് വേഗം തന്നെ ICUവിനുള്ളിലേക്ക് കയറുവാട്ടോ. അപ്പൊ ICU കയറുന്ന സമയത്ത് അവിടെ ഡോക്ടർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മുഖം മനസ്സിലാവുന്നില്ല. പിന്നീടാണ് മുഖം മനസ്സിലാവുമ്പോൾ തന്റെ സ്വന്തം അച്ഛനാണെന്ന് മനസ്സിലാവണത്. അത് മനസ്സിലാക്കണം നമ്മുടെ മേഘൻ ഉണ്ണിയോട് ചോദിക്കണ്ടേ, എന്താണ് സംഭവിച്ചത്, മഹാലക്ഷ്മിയാണ് കിടക്കുന്നത് വെച്ച് ഞാൻ നോക്കിയപ്പോഴേക്കും എന്റെ അച്ഛനോട് കിടക്കണം, എന്താ സംഭവിച്ചു ചോദിക്കുമ്പോ, അത് തന്നെയാണ് ഞാൻ പറയാൻ പോയത്, എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല, അവിടെ അവള് കാല് വെക്കാൻ പോയതായിരുന്നു, അപ്പോ ഒന്നും സംഭവിച്ചില്ല. അപ്പോ ആ സമയത്താണ് അങ്കിൾ അണ്ണനെങ്കിൽ കാലെടുത്ത് വെച്ചപ്പോ തൊഴിലാളിനെ വഴക്ക് പറഞ്ഞിട്ടാണ് കാലെടുത്ത് വെച്ചത്. നീ എന്താണ് പണി വെച്ചേക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കാലെടുത്ത് വെച്ചപ്പോഴേക്കും അത് പെട്ടെന്ന് തട്ടുപൊട്ടി നിലത്ത് വീണതാണ്. കഷ്ടകാലം ഒന്നും പറയാണ്ട് എന്ത് പറയാനാണ്, ഞാനിതിന് വീട്ടിലൊക്കെ എങ്ങനെ പറയോടാ, അമ്മയടുത്ത് ഞാനിത് എങ്ങനെ പറയും, എനിക്കും കോള് വന്നോണ്ടിരിക്കുകയാണ്, ഞാനൊരു ഒഴിവാക്കി വിട്ടോണ്ടിരിക്കുകയാണ്, അവരോടൊക്കെ ഞാൻ എന്തു പറയാനായിട്ടാണ് എന്ന് നമ്മുടെ ഉണ്ണിയും പറയുന്നുണ്ട്. ഇത് വല്ലാതെ കഷ്ടമായി പോയി എന്നൊക്കെ പറയാട്ടോ. അപ്പൊ മഹാലക്ഷ്മിയും അതുപോലെ തന്നെ കണ്ണനും കൂടിയിട്ട് നമ്മുടെ കരുണിനെ കാണാൻ വേണ്ടിയൊക്കെ വന്നിട്ട് അവരൊന്ന് ആക്കിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ആ ഭാഗങ്ങളാണ് കാണിച്ചത്. അപ്പൊ ഇനി നാളെ കാണിക്കാൻ നമ്മുടെ കണ്ണൻ സീരിയസ് ആയിട്ട് തന്നെ മഹിയെടുത്ത് പറയുന്നുണ്ട്, എടോ മഹി, എനിക്ക് തന്റെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാണ്. എന്താ കണ്ണേട്ടാ എന്ന് ചോദിക്കുമ്പോഴേക്കും, അതെ, ഇന്ന് നടന്ന സംഭവം എനിക്ക് അങ്ങനെ വെറുതെ വിടാനായിട്ട് തോന്നണില്ലടോ. അല്ല കണ്ണേട്ടൻ എന്താ പറയണത് എനിക്ക് മനസ്സിലായില്ല, തനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ എടോ, തന്റെ പുറകിൽ എത്ര നാളായി ശത്രുക്കൾ ഇങ്ങനെ നടക്കണത്, എടോ ഇങ്ങനെ നടന്ന എങ്ങനെ ശരിയാവും, താൻ തന്നെ പറ, തനിക്കെന്തെങ്കിലും സംഭവിച്ചാ പിന്നെ എനിക്കത് സഹിക്കാൻ പറ്റില്ല, തനിക്കറിയാലോ അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. എനിക്കറിയാൻ കണ്ണേട്ടാ, എനിക്കൊന്നും സംഭവിക്കില്ല എടോ, കുറെ പ്രാവശ്യം ഇത് ആവർത്തിക്കണത്, ഒരുപാട് പ്രാവശ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ എങ്ങാനും അബദ്ധവശാൽ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, അതുകൊണ്ട് ഞാനിത് വിട്ടുകൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. കണ്ണേട്ടൻ എന്താ ഉദ്ദേശിക്കണത്, നമുക്കിതൊന്ന് പോലീസ് കേസ് ആക്കണം. പക്ഷെ പോലീസ് കേസ് അയക്കാന് കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടില്ലേ കണ്ണേട്ട എന്ന് പറയണം. നാണക്കേട് വിചാരിച്ചിരുന്ന കാര്യമുണ്ടോ, അതുകൊണ്ട് ഞാനെന്തായാലും ആ SIനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ കണ്ണേട്ടനെല്ലാം തീരുമാനിച്ചോ? അതെ, തീരുമാനിച്ചു. കാരണം എന്റെ ഭാര്യയുടെ ദേഹത്താണ് അവർ കൈ വെക്കാൻ നോക്കിയത്. എത്ര പ്രാവശ്യം താനിങ്ങനെ അനുഭവിക്കണത്, സത്യം പറഞ്ഞാൽ തന്റെ കാര്യം എടുക്കുമ്പോ എനിക്ക് വിഷമം തോന്നണടോ. താൻ എന്നെ കല്യാണം കഴിച്ചില്ലായിരുന്നു, വേറെ ആരെങ്കിലും തന്നെ കല്യാണം കഴിച്ച് തനിക്ക് വേണ്ട കണ്ണേട്ടാ, അങ്ങനെ ഒന്നും പറയണ്ട എന്ന് പറയണം. എന്തായാലും എടുത്ത കാര്യം പറഞ്ഞിട്ടല്ലോ, വരണെടുത്ത് വെച്ച് കാണാം എന്ന് പറയണം. എന്തായാലും ഇതിന്റെ പിറകിൽ ആരായിരിക്കും നമുക്കറിയാലോ. എന്തായാലും പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് തന്നെ അന്വേഷിക്കട്ടെ എന്ന് പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ SI വരുന്നുണ്ട്. അപ്പൊ കണ്ണനോട് ചോദിക്കണ്ടേ, എന്താ സാറിന് ഇത്ര ഇങ്ങനെ ഭയങ്കര ഡൗട്ട് ആവാൻ കാരണം എന്താന്ന് ചോദിക്കുമ്പോ, വേറൊന്നുമല്ല, ആ ബിൽഡിങ്ങിൽ വേറൊരു ഭാഗത്ത് ഒരു കുഴപ്പമില്ല, കറക്റ്റ് ആയിട്ട് സിമെന്റും മണലൊക്കെ കറക്റ്റ് കൃത്യമായിട്ടാണ് ഓരോന്ന് ചെയ്തിരിക്കുന്നത്. പോലീസുകാരത്ത് കാണാൻ പറഞ്ഞിട്ട്, സാർ വേണമെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, ഒരു സ്ഥലത്തും ഒരു കുഴപ്പമില്ല. പിന്നെ ഏറ്റവും മുകളിലോട്ടുള്ള ആ സൺസൈഡ് തന്നെ ഇങ്ങനെ സംഭവിച്ചിട്ട് എനിക്ക് എന്തോ സംശയമുണ്ട്. ആ ദിവസം എന്റെ ഭാര്യയാണ് അവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയത്. ആ സമയത്ത് അവളും വരുന്നൊന്നും മനസ്സിലായിട്ടാണോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തതെന്ന്, ശത്രുക്കൾ ചെയ്തതെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് കണ്ണൻ പറയുമ്പോഴേക്കും പോലീസ് പറയുന്നുണ്ട്, അപ്പോ മേഡത്തിനെതിരെ ആരോ കരുനീക്കം നടത്തിയെന്നാണോ സാറ് പറയണത്? അതെ, അങ്ങനെ തന്നെയാ, മേഡത്തിനെതിരെ കരുനീക്കം നടത്താണ്ട് സാറിന് ആർക്കെങ്കിലും സംശയമുണ്ടോ? അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. പക്ഷേ എനിക്കതിന് തെളിവും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഈ കേസ് അന്വേഷിക്കണം. അതുപോലെ തന്നെ ശത്രുക്കൾക്ക് എന്തായാലും ഈ പ്രാവശ്യം ശിക്ഷ കിട്ടണം. ഇനി എന്തായാലും ഞാൻ ബന്ധുക്കളാണെന്നോ അനിയനാണെന്നോ അനിയത്തിയാണെന്നോ ഒന്നും നോക്കുന്നില്ല എന്ന് പറയാണ്. ശരി സർ, ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോലീസ് അവിടെ നിന്ന് പോവാട്ടോ. അങ്ങനെ സൈറ്റിലേക്ക് പോകുമ്പോഴേക്കും പോലീസ് ഇങ്ങനെ നോക്കുമ്പോഴേക്കും എല്ലാ മതിലും കെട്ടിടത്തിലൊക്കെ നല്ല ഉറപ്പുണ്ട്. കാലെടുത്ത് വെച്ചാലെന്നല്ല, ഒരു മരം എടുത്ത് വീണാൽ പോലും പെട്ടെന്നൊന്നും പൊളിയില്ല. പിന്നെ ഇവിടെ മുകളിൽ മാത്രം എന്ത് സംഭവിച്ചു? അങ്ങനെ പോലീസോട് അന്വേഷിക്കേണ്ട തൊഴിലാളിത്ത് ഈ സൈറ്റ് ആരാണ്, ഈ സൺസൈറ്റ് ഒക്കെ ആരാണ് പണിതേന്ന് ചോദിക്കുമ്പോഴേക്കും ഇന്ന ആളാണെന്ന് പറയാണ്. അയാളത് വിളിക്കാൻ പറയുമ്പോഴേക്കും അയാളിങ്ങനെ പേടിച്ചു വരാട്ടെ. എന്താ സർ എന്ന് ചോദിക്കുമ്പോഴേക്കും, അല്ല നിങ്ങളാണ് ഇതിന്റെ മേൽനോട്ടം? അതെ സർ. അല്ല, ഈ ബിൽഡിങ്ങിന് നല്ല ഉറപ്പുണ്ട്, പക്ഷെ ആ സൺസൈഡ് മാത്രം എന്തു പറ്റിയടോ? അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്തു വെച്ചാണോ? അയ്യോ ഇല്ല സർ, അവിടെ വാർത്തോണ്ടിരിക്കുകയായിരുന്നു. ഇത് മുഴുവൻ വാർത്തതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടുത്തെ പണി ഒരുവിധം താൻ കഴിഞ്ഞതാണ്, അതോ മനഃപൂർവ്വം ആർക്കെങ്കിലും വേണ്ടി ചെയ്തതാണോ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ തന്നെ ഞങ്ങൾ വെറുതെ വിടാം. അതല്ല, സത്യം പറയാതെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറാണ് തന്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ താനും കുടുങ്ങും, തന്റെ കൂടെ ഉള്ളവരും കുടുങ്ങും. എന്താ തനിക്കത് വേണോ?
സത്യം പറയണോ അതിനങ്ങൾ ഇപ്പൊ പൊക്കിയെടുത്തോണ്ട് പോണോ? അയ്യോ സാറേ, അത് പിന്നെ തനിക്ക് കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, മര്യാദക്ക് സത്യം പറയുകയാണെങ്കിൽ തന്റെ കുടുംബം രക്ഷപ്പെടും. അല്ലെങ്കിൽ നാളത്തെ പത്രത്തിൽ തന്റെ കുടുംബത്തിന്റെ ഫോട്ടോ, തന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും. ഒരു 10,000-10,000 രൂപക്ക് വേണ്ടിയിട്ട് താൻ ഒരു പെണ്ണിന്റെ ജീവിതമാണ് തകർക്കാൻ നോക്കിയത്, ഒരു ജീവനാണ് ഇല്ലാതാക്കാൻ നോക്കിയത്. നിങ്ങൾക്കൊക്കെ ഒരു നാണുമില്ലെന്നൊക്കെ പറയണം. അങ്ങനെ പോലീസിനോട് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ പിന്നെ പോലീസുകാർ ഉണ്ണിയെടുത്തും അതുപോലെ തന്നെ കരുണെടുത്തൊക്കെ പോവാണ്. ഉണ്ണിയൊക്കെ ആകെ ടെൻഷനായിട്ട് നിൽക്കാട്ടോ. ഈശ്വര, ഇതോടെ തീർന്നു, തന്റെ കാര്യങ്ങളൊക്കെ തീർന്നു. എന്തായാലും ഇവരാണ് ചെയ്തെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഏട്ടൻ ഇത്ര പെട്ടെന്ന് ഏട്ടനും ഏടത്തി ഇങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ഏട്ടനല്ലേ, എന്നിട്ട് അയാൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇരിക്കട്ടുണ്ട്. അപ്പൊ കരുണ പറയണ്ട, ഒന്നും സംഭവിക്കില്ല, ഞാൻ ഏട്ടനോടും ഏട്ടത്തിനടുത്ത് സംസാരിക്കാം, അവരുടെ കാല് പിടിക്കാൻ പറ്റുമെങ്കിൽ കാല് പിടിക്കാം. അവരിത് സമ്മതിക്കും തോന്നണില്ല. എന്തായാലും ഈ പ്രാവശ്യം ഞാൻ കുടുങ്ങി തന്നെ. പിന്നെ എന്റെ കൂടെ ഉണ്ടായ ആള് ഹോസ്പിറ്റലിലാണെന്നോ, അയാൾ എന്തായാലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല, അതോടെ ഞാൻ തന്നെ ഈ കുറ്റം മുഴുവൻ ചുമക്കേണ്ടി വരും എന്നൊക്കെ ഉണ്ണി പറയാണ്. കരുണ പറഞ്ഞിട്ട്, നാണക്കേടായാലോ, ഓഹോ നിനക്ക് നാണക്കേടല്ലേ, എല്ലാത്തിനും എനിക്ക് ഒത്താശ ചെയ്ത് തന്നിട്ട് അവസാനം നീ കാല് മാറുവാണോ എന്നൊക്കെ ചോദിക്കാണ്. അതല്ല ഉണ്ണിയേട്ടാ, എന്നാലും അവള് മരിച്ചുമില്ല, ഉണ്ണിയേട്ടൻ തലയിൽ കുറ്റം ആവുകയും ചെയ്യുമല്ലോ എന്ന് പറയാണ്. എന്തായാലും മഞ്ഞടുത്ത് വെച്ച് കാണാം, എന്തായാലും നേരത്തെ തന്നെ നമ്മുടെ വക്കീലത്ത് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചോ എന്ന് പറയാണ്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് മേഘം പറയുന്നുണ്ട്, അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്താന്ന് ചോദിക്കുമ്പോഴേക്കും എന്തായാലും സംഭവിച്ചതൊക്കെ സംഭവിച്ചു, എന്തായാലും ഇതിന്റെ പിന്നിൽ നീയാണെന്നും അച്ഛനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം, അതിന്റെ പിന്നിൽ ഞങ്ങളാണെന്നും കൂടി നീ പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ എല്ലാരും കൂടി കുറ്റം എന്റെ തന്നെ എടുത്തു വെക്കാൻ വേണ്ടി നോക്കുവാണല്ലേ എന്ന് ഉണ്ണി പറയുമ്പോ, അതെ ഞാൻ കുറ്റം എടുത്തു വെക്കാൻ വേണ്ടി നോക്കുന്നല്ല, ആ സൈറ്റിൽ നിങ്ങൾ ഒരുമിച്ചാണല്ലോ പോയത്, അപ്പൊ നിങ്ങൾ എന്താ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മേഘൻ പതുക്കെ കൈയൊഴിയാട്ടോ. മഹാലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ കണ്ണനെയും കൂട്ടിക്കൊണ്ട് കരുണയെടുത്ത് അതുപോലെ തന്നെ അമ്മയെടുത്തും വന്ന് പറയണ്ട്, നിങ്ങൾ ഇനി എന്തൊക്കെ വഴി കൂടി ഒളിക്കാൻ നോക്കിയാലും ഒന്നും നടക്കാൻ പോണില്ല, ഇതെന്തായാലും പോലീസ് കേസാവും, തെറ്റ് ചെയ്തവർ എന്തായാലും ശിക്ഷിക്കപ്പെടും എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും കരുണയുടെ മുഖമൊക്കെ അവിടെ മാറുവാട്ടെ. നീ എന്തിനിങ്ങനെ പേടിക്കണത്? ഓ, നിന്റെ പുന്നാര ഭർത്താവ് ഉണ്ടാവുമായിരിക്കുമല്ലേ, അതോ നീയും ഉണ്ടോ? എന്തായാലും നിനക്കാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും കേട്ടോ, നിങ്ങൾ രണ്ടുപേരും അപ്പുറത്തപ്പുറത്തെ സെല്ലായിരിക്കും, കാണാനേ പറ്റില്ല, ഈ നല്ല പ്രായത്തിൽ ഇങ്ങനെ പോയി കിടക്കാൻ എന്തെങ്കിലും നാണം ഉണ്ടോ നിനക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് മഹാലക്ഷ്മി. കരുണ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഇതിന്റെ പേരിൽ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. നാളത്തെ പ്രൊമോ എനിക്ക് കിട്ടിയില്ല, പക്ഷെ പോലീസ് കേസ് ആവുന്ന കാര്യം ഞാൻ അറിഞ്ഞു, അതുകൊണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു റിവ്യൂ ഇട്ടത്. അപ്പൊ എന്തായാലും നാളത്തെ പ്രൊമോ എനിക്ക് കിട്ടിയില്ല, നാളെ മുതലുള്ള പ്രൊമോ കറക്റ്റ് ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാട്ടോ. അപ്പൊ ഇന്നലെ ഓൾറെഡി ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെയാണ് അപ്ഡേറ്റ് ചെയ്തത്. അപ്പൊ നാളത്തെ പ്രൊമോ മാത്രമേ കിട്ടാതിരുന്നുള്ളൂ, കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിട്ടാതിരുന്നത് കേട്ടോ. പക്ഷെ നാളെ എന്തായാലും പ്രൊമോ ഇടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഉണ്ണിയുടെ ഈ കാര്യം പറഞ്ഞത് പോലീസുകാരൊക്കെ വരുന്നുണ്ട്, അപ്പൊ അതുകൊണ്ടിട്ടാണ് ഈ റിവ്യൂ പിന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ കൂടി മിക്സ് ആക്കി അങ്ങനെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഈ സീരിയൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ കൂടുതൽ വിശേഷങ്ങൾക്കും റിവ്യൂസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ വേറെ ഏതാണെന്നുള്ളതും കൂടി താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സുഖമായിട്ട് കിടന്നിറങ്ങുക. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.